ഹായ് കൂട്ടുകാരെ, ഋതുമതിയായ പെൺകുട്ടികൾക്ക് നമ്മൾ കുറുക്ക് കൊടുക്കാറുണ്ട് ദിവസവും. അപ്പോൾ അത് ഓരോ ദിവസം ഓരോ പച്ചിലയാണ് ഉപയോഗിക്കുന്നത്. പച്ചില ഉപയോഗിച്ച് കുതിർത്ത പച്ചിലയും ഈ പച്ചിലയും ചേർത്ത് നന്നായിട്ട് മിക്സിയിൽ അരച്ച് അത് കരിപ്പെട്ടി പാവ് കാച്ചി അതിലൊഴിച്ച് കുറുക്കായിട്ട് നമ്മൾ കൊടുക്കും. അപ്പം ഓരോ പച്ചിലയായിട്ട് ഞാൻ പരിചയപ്പെടുത്തി തരാം. ഒന്നാമത് ഉപയോഗിക്കുന്നത് കാരയില. ഇതാണ് കാരയില. അപ്പോൾ ഈ കാരയില ഇത് ഒരു ദിവസം കൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് രണ്ടാമത് നമ്മൾ കൊടുക്കുന്നതാണ് ചീലാന്തി ഇല. ഇത് ചീലാന്തി ഇലയാണ്. ഇത് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ കാണുന്ന വലിയ നാര് നമ്മൾ എടുത്ത് മാറ്റിയിട്ട്, അതായത് വലിയ നാര് അതിനകത്ത് വരും. ആ വലിയ നാര് എടുത്ത് കളഞ്ഞതിന് ശേഷം നമ്മൾ ഇതിനെ പച്ചരിയുമായിട്ട് ചേർത്ത് അരച്ച് കുറുക്ക് കാച്ചി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് കറിവേപ്പിലയാണ്. കറിവേപ്പില നമ്മൾ നന്നായിട്ട് പച്ചരിയുമായിട്ട് ചേർത്തരച്ച് കുറുക്ക് കാച്ചി കൊടുക്കും. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് മുയൽച്ചെവിയനാണ്. മുയൽച്ചെവിയെന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് മുയൽച്ചെവി. ഈ ഇലയും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഋതുമതിയായ കുഞ്ഞുങ്ങൾക്ക് ഓരോ ദിവസം ഓരോ പച്ചില മുയൽച്ചെവിയനും ഉപയോഗിക്കാറുണ്ട്. അടുത്ത് പിന്നെ വരുന്നത് ഇത് വിഷ്ണുക്രാന്തി. അപ്പോൾ ഇത് കണ്ടിട്ടുണ്ടാവുമെന്ന് എനിക്കറിയത്തില്ല. ഇതാണ് വിഷ്ണുക്രാന്തി എന്നൊന്നല്ല. അപ്പോൾ ഇതും നമ്മൾ എടുത്തിട്ട് ഇതിൻ്റെ ഇല നമ്മൾ എന്ത് ചെയ്യുന്നു, കുഞ്ഞിന് കരിപ്പെട്ടിയും ചേർത്ത് പച്ചരിയും ചേർത്ത് അരച്ച് കുറുക്കായിട്ട് കൊടുക്കുന്നു. അടുത്ത് നമ്മൾ ഉപയോഗിക്കുന്നത് ചെറുള. ഇതിൻ്റെ പേര് ചെറുള എന്ന് പറയും. ഈ ഇലയാണ് ചെറുള. അപ്പോൾ ഇതും അതുപോലെ തന്നെയാണ്. ഇല പോലെ എടുത്ത് പച്ചരിയും കരിപ്പട്ടിയും കൂടെ ചേർത്ത് നമ്മൾ കൊടുക്കുന്നുണ്ട്. അടുത്ത് വരുന്നത് പൂവാങ്കുരുന്നില. പൂവാങ്കുരുന്നില എല്ലാവർക്കും അറിയാവുന്ന സാധനമായിരിക്കും. നമുക്ക് സാധാരണ ചുറ്റുവട്ടത്ത് കാണുന്നതാണ് പൂവാങ്കുരുന്നില. ഈ പൂവാങ്കുരുന്നിലയും നമ്മൾ കുഞ്ഞിന് ഒരു ദിവസം കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കൊടുക്കുന്നത് മുക്കൂറ്റിയാണ്. അപ്പോൾ മുക്കൂറ്റി എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഇതാണ് മുക്കൂറ്റി. അപ്പോൾ ഇങ്ങനെ ഓരോ ദിവസം ഓരോ പച്ചിലകൾ എടുത്ത് കുറുക്ക് കാച്ചി പിള്ളേർ കൊടുക്കുന്നു. അത് നമ്മൾ എടുക്കുന്നത് സാധാരണ നല്ല നാടൻ കരിപ്പട്ടിയാണ് എടുക്കുന്നത്. കണ്ടല്ലോ, ഇതാണ് നല്ല നാടൻ കരിപ്പട്ടിയാണ് ഇതിൽ ഞാൻ ഒരു ഐറ്റം ഇപ്പം എങ്ങനെയാണ് കുറുക്ക് കാച്ചി എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഹായ്, ഇതാണ് ഞാൻ കാരയിലയും അരിമാവും കൂടെ ചേർത്ത് അരച്ച് വെച്ചിട്ടുണ്ട്. ഇതിൽ ഇനി എനിക്ക് കരിപ്പട്ടി ഞാൻ പാനി കാച്ചി വെച്ചിട്ടുണ്ട്. അത് ഇതിലൂടെ ചേർത്ത് ഒന്ന് കുറുക്കിയെടുക്കണം. അപ്പോൾ ഇതാണ് കരിപ്പട്ടി പാവ് കാച്ചി വെച്ചിന്. അത് ഇതിനെ കൂടെ ചേർത്ത് ഇനി നമുക്കിതിനെ അടുപ്പത്ത് വെച്ച് ഒന്ന് കുറുക്കിയെടുക്കണം. നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കുറുക്കായിട്ട് കാച്ചിയെടുക്കാം. ഹായ് കൂട്ടുകാരെ, ഇവിടെ കുറുക്ക് റെഡി ആയിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ പരുവം. ഇത് തണുക്കുമ്പോഴത്തേക്കും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ കറക്റ്റായിട്ട് ഇരിക്കും. ഈ ഒരു പരുവത്തിന് നമ്മൾ തന്നെ കുറുക്ക് കാച്ചിയെടുത്ത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം.